എനിക്കൊരു കാര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇപ്പം ഇതിനകത്ത് നിങ്ങൾ രണ്ടുപേരുടെ ഈ അമ്മയുടെ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗീതാ പ്രഭാകർ എന്ന് പറയുന്ന അമ്മയുടെ പ്രശ്നം മകൻ മിസ്സിങ് ആയി. അതിൻ്റെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അമ്മ മകൻ മരിച്ചു എന്ന് തന്നെ ഉള്ള ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ലോസ് ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഗീതാ പ്രഭാകർ ത്രൂ ഔട്ട് എന്താ പറയുക ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. റാണിയുടെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾ നഷ്ടപ്പെട്ടിട്ടില്ല, ഏത് നിമിഷം വേണേലും നഷ്ടപ്പെടാം. കാരണം ഇത് പോലീസ് തെളിയിച്ചാൽ ആ കൊച്ചു കയ്യിൽ നിന്ന് പോവുകയാണ്. ആ കൊച്ച് മകള് പിന്നെ ജയിലിലും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകും. അപ്പം അത് വേറൊരു കൈൻഡ് ഓഫ് ഒരു ലൂസിങ് ഫീലിംഗ് കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കും പെൺകുട്ടികളാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ ക്യാരക്ടർ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ അല്ല അവരുടെ ഫേസസോ അല്ലെങ്കിൽ അങ്ങനെ അവരെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇത് പെർഫോം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്തായിരുന്നു? ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ച് സാർ എനിക്ക് അയച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് വായിച്ചിങ്ങനെ കഴിയുമ്പം ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ടാണ് ആ ഫുൾ ദൃശ്യം 1 സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചത്. പിന്നെ നമ്മൾ സാധാരണ സാർ പറയണ പോലെ ചില കഥാപാത്രങ്ങൾ ഇപ്പം മക്കളായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, അങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്യും കുറച്ച്. അങ്ങനെയാണെങ്കിൽ ദൃശ്യത്തിൽ ഒരു സീനിലൊഴികെ ഒരു സീനിൽ മാത്രം ഞാനത് എൻ്റെ മകൾ എന്നാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. മകളോ മകനോ മകളാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ബാക്കി എല്ലാ സീൻസിലും ഞാൻ എൻ്റെ മകളാണെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പങ്കു തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. പങ്കു ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് എല്ലാ മിനിറ്റിലും ആലോചിച്ചത്. പക്ഷെ ഒരു മൊമെൻറ്റിൽ എനിക്കത് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. ബോഡി പൊക്കുന്ന ഒരു സീനിൽ, ആ സീനിൽ മാത്രം ഞാൻ മനസ്സിലാലോചിച്ചു. അത് മാത്രം അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിട്ടില്ല. അത് എൻ്റെ കുട്ടിയാണ് അത് വരുന്നതെന്നുള്ള ആ ഒരു മൊമെൻറ്റിൽ മാത്രം ഞാൻ ചിന്തിച്ചിട്ടില്ല അത് പങ്കുവാണെന്ന്. ബാക്കി എല്ലാ സീനിലും, ദൃശ്യം 1-ലും 2-ലും 3-ലും ആസ് എ മദർ ഞാനത് എങ്ങനെയായിരിക്കും ഞാനത് താങ്ങുകയെന്ന് ഇപ്പോഴും എനിക്ക് ആലോചിച്ചറിയില്ല. അത് ചെയ്തത് ശരിയോ തെറ്റോ, എൻ്റെ കുട്ടി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, എൻ്റെ കുട്ടിക്ക് ജസ്റ്റിസ് കിട്ടിയോ എന്നുള്ള ഒരു ഫീൽ എല്ലാ അമ്മയ്ക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു മൊമെൻറ്റ്, ആ ഒരു ഷോട്ടിലൊഴികെ ബാക്കി എല്ലാ ഷോട്ടിലും ഞാൻ എൻ്റെ കുട്ടിയാണ് ആലോചിച്ചത്. ഞാനാണെങ്കിൽ ഇപ്പം ഒരാളെ നമ്മൾ എന്തും ചെയ്യും അല്ലേ, ജോർജ് കുട്ടി ചിന്തിക്കുന്ന അതേ വേർഷനാണ് ഗീതാ പ്രഭാകരനും. എൻ്റെ കുട്ടിക്ക് അങ്ങനെ പറ്റിയാൽ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എൻ്റെ കുട്ടിക്ക് ജസ്റ്റിസ് കിട്ടിയോ എന്നുള്ളത് എനിക്ക് എപ്പോഴും ഉള്ള ഒരു ആ കഥാപാത്രത്തിനുള്ളത്. എനിക്ക് ജസ്റ്റിസ് കിട്ടിയോ, തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിച്ചോട്ടെ, പക്ഷേ കൊന്നു കളഞ്ഞ എന്തിനാണ്, ചെയ്താൽ തന്നെ അവന് ശിക്ഷിച്ചോട്ടെ, ശിക്ഷിച്ച് കൊന്നു കളയാൻ അല്ലെങ്കിൽ അവൻ എവിടെയെന്ന് അറിയാനുള്ള ഒരു അധികാരം ഒരു അമ്മ എന്ന നിലയിൽ സാധാരണ എല്ലാ അമ്മമാർക്കും സാധാരണം ആണ് അല്ലേ. മക്കളെന്ന് പറയുമ്പോൾ അവർ പോലീസ് ഓഫീസറാണോ, ഡോക്ടേഴ്സാണോ, പ്രൊഫഷണൽസാണോ, വീട്ടമ്മയാണോ, എൻ്റെ കുട്ടിക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് എന്നുമുണ്ട് ഗീതാ പ്രഭാകരൻ. ഈ നിമിഷം വരെയുണ്ട് ജസ്റ്റിസ് കിട്ടിയില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കം തൊട്ടേ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്, ദിസ് ഈസ് എ ഫാമിലി ഡ്രാമ. ദിസ് ഇമോഷൻ, രണ്ട് ഫാമിലിയുടെ ആ ഇമോഷൻ തന്നെയാണ്. സാറിന് ആ ഒരു ഷോട്ട് ഓർമ്മയുണ്ടോ? ബോഡി ഇങ്ങനെ പൊങ്ങി വരുമ്പം എല്ലാവരും മൂക്കിൽ കൈവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കണേ, എൻ്റെ കുട്ടിയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് മൂക്കിൽ കൈവയ്ക്കുക? ആ മണമുണ്ടോ എൻ്റെ കുട്ടിയല്ല വരുന്നത് എന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയാണെന്ന് പ്രതീക്ഷയിൽ ആയിക്കൂടി ഇവിടെ എല്ലാവരും പറഞ്ഞു കൈ വയ്ക്കാം, പക്ഷെ കൈ വയ്ക്കാൻ പറ്റിയിട്ടില്ല. കാര്യം അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ആ ഒരു മൊമെൻറ്റ് മാത്രമാണ് അതെനിക്ക് പിന്നെ അത് കുഡിൻ കൺട്രോൾ ദാറ്റ്. ബാക്കി എല്ലാ മൊമെൻറ്റിലും ഞാൻ എൻ്റെ കുട്ടിയാണ് അതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി മൈൻ വാസ് നോട്ട് എ വെരി സീരിയസ് കൈൻഡ് ഓഫ് എ തിങ്. ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല. അന്ന് പക്ഷേ വളരെ ചെറുതാണ്. അതെ, ഞാൻ ആദ്യം വേണ്ടെന്നല്ലേ പറഞ്ഞത്, ബിക്കോസ് ഷി വാസ് ഓൺലി 2 years. അപ്പോ ദൃശ്യം 1 വെരി വെരി സ്മോൾ. സോ അപ്പോൾ എനിക്ക് ഇത്ര സീരിയസ് ആയി, ബിക്കോസ് വളർന്ന മോള് അതിൻ്റെ ഒരു അതെ. സോ ഐ വാസ് ജസ്റ്റ് ഹാവിങ് എ ബേബി, ഷി ഈസ് ജസ്റ്റ് 2 years old. സോ അതിൻ്റെ ഒരു സീരിയസ്നെസ്, എനിക്ക് ഈ സിറ്റുവേഷൻ്റെ ഒരു സീരിയസ്നെസ് അത്ര എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ദൃശ്യം 1 ചെയ്തപ്പോൾ. ബട്ട് ദെൻ 2 and 3 ചെയ്യുമ്പോൾ, ഓ മൈ ഗോഡ്,
I was like, oh my god! I was like really able to see. I always able to relate to Geeta's character, but 2 and 3 chamber, I was able to relate more to your character because I was like feeling, oh my god, എന്താ ഇത് ഇങ്ങനെ ആയി പോയല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ. I mean, it is not our fault. Purposefully അല്ല, but ആരുടെ ഫോൾട്ടും അല്ല അത്. It was an accident. തെറ്റ് പെറ്റുപോയി. But the emotion after that was unbelievable. It was എന്താ പറയാ, it was like sad എന്നേക്കാളും guilty, sad, and it was a mixed feeling. It was really a mixed feeling, and that feeling was so strong. വളരെ സ്ട്രോങ് ആയിട്ട് അയ്യോ ഇപ്പോൾ ആൻഡ് നെക്സ്റ്റ് എന്തെങ്കിലും ചെയ്തു പോവോ, എൻ്റെ മോക്ക് എന്തെങ്കിലും പറ്റിപ്പോവോ, ഇനി എങ്ങനെ അവൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ, അവൾ നന്നാവട്ടെ, അവൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, ഇതിന് നമ്മൾ എന്താ ചെയ്യണം, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. ഓ ഗോഡ്, ദാറ്റ് വാസ് ലൈക്ക്, ദാറ്റ് ഫീൽ വാസ് ലൈക്ക് mother. As a mother, it was so strong. I was becoming one George Kutti. I was equally becoming like one George Kutti. You do that, I will do this. Anganta oru, you know, that emotion was really strong. അതുപോലെ തന്നെ ഫസ്റ്റിനകത്ത് ടുവേർഡ്സ് എൻഡിനകത്ത് ഐ ജി ഗീതാ പ്രഭാകർ രാജിവെച്ചു എന്ന് പറയുമ്പോൾ യുവർ ക്യാരക്ടർ ഈസ് സെയിങ് റാണിയൂർ എത്രയായാലും ഒരു അമ്മയല്ലേ അല്ലേ എന്ന് പറയുന്ന ഈ ആ ഒരു അപ്പുറത്തെ ആ ഒരു ഇമോഷൻ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടും. ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടി ചേർത്തോട്ടെ. ഇപ്പം റാണിയെയും ജോർജ് കുട്ടിയെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകയായിട്ട് ദൃശ്യം കാണുമ്പോൾ, ഞാൻ ആശയായിട്ട് ദൃശ്യം കാണുമ്പോൾ, പ്രത്യേകിച്ച് 2 പെൺകുട്ടികളുടെ അമ്മയായിട്ട് ഞാൻ ദൃശ്യം കാണുമ്പോൾ, എനിക്ക് ഒരിക്കലും ഗീതാ പ്രഭാകരൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പ്രേക്ഷകയായിട്ട് എനിക്ക് ഓൾവേസ് ഐ വാസ് 100% വിത്ത് ജോർജ് കുട്ടി ആൻഡ് റാണി ആൻഡ് ചിൽഡ്രൻ. ബട്ട് ഗീതാ പ്രഭാകറെ ചിന്തിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ ഒരു പ്രേക്ഷകയായിട്ട് കാണുമ്പോൾ, ഹോ ഗോഡ്, ഒന്നും പറ്റിയില്ലല്ലോ, അവർക്ക് പറ്റാതിരിക്കുമ്പോൾ ഒരു പ്രേക്ഷകയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആശ്വാസം എന്നിലുണ്ടായിരുന്നു.